വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് 23-ാം തീയതി തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് 2 ദിവസത്തിന് ശേഷം മാർക്കറ്റ് വീണ്ടും റീ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇന്നത്തെ ഫോറക്സ് മാർക്കറ്റിൽ XIUSDയുടെ ഒരു അനാലിസിസ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. നമ്മൾക്ക് ഈ ഒരു മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഏകദേശം മോർണിംഗ് ഒരു 10 o'clock വരെയുള്ള ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റിന്റെ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കണ്ട് ട്രേഡ് ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും സ്വന്തം റിസ്കിലും ഓൺ സ്ട്രാറ്റജി ഉപയോഗിച്ചും മാത്രമായിരിക്കണം. അപ്പൊ ഇന്നത്തെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്, ഇന്ന് ഗോൾഡിന്റെ മാർക്കറ്റ് സ്ട്രോങ് സെല്ലിലാണുള്ളത്. ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ആയിരുന്നത് സെല്ലിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു 1 വീക്ക് ആയിട്ട് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് സെല്ലിൽ തന്നെയാണ് ഉള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലാണ്. ഇന്ന് മാർക്കറ്റിന് ശരിക്കും ഒരു അബ്നോർമൽ ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് കുറച്ച് സ്പീഡ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ളത്. മോർണിംഗ് ടൈം വളരെയധികം ഫാസ്റ്റ് ആയിരുന്നു, ഹൈ വോളട്ടൈലാണ്. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ വളരെയധികം കെയർഫുൾ ആയിട്ട് മാത്രം ഇന്ന് ട്രേഡ് ചെയ്യുക. ഇന്ന് ഗോൾഡിൽ ട്രേഡ് ചെയ്തില്ലെങ്കിൽ പോലും അത്രയും നമ്മൾ സേഫ് ആയിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു മൂവ്മെന്റ്. കാരണം ഒരു ചെറിയൊരു 5 മിനിറ്റ്സോ അല്ലെങ്കിൽ 15 മിനിറ്റ്സോ ക്യാൻഡിൽസ് എടുക്കുമ്പോൾ തന്നെ ആ ഒരു ചെറിയൊരു ക്യാൻഡലിൽ പോലും 20-30 പോയിന്റ്സോളം തന്നെ മൂവ്മെന്റ് ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ സംഭവിക്കുന്നു. അത്രയ്ക്കും ഫാസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിന്റെ SL കാര്യങ്ങളൊക്കെ ഒരുപാട് ഹൈ ആണ്. റിസ്ക് വളരെയധികം കൂടുതലായിട്ടുള്ള മാർക്കറ്റാണ്. ഇന്ന് ബൈ എൻട്രികൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നമുക്ക് കൂടുതലായിട്ട് നല്ലത്. സെല്ലിലേക്ക് തന്നെയാണ് മാർക്കറ്റ് പോവേണ്ടത്. അതിനിടയ്ക്കുള്ള ചെറിയ ചെറിയ ബൈകൾ മാത്രമാണ് നമുക്കുള്ളത്. ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് വളരെയധികം സ്ട്രോങ് സെൽ ആയതുകൊണ്ട് തന്നെ വീണ്ടും മാർക്കറ്റ് സെല്ലിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതകളാണ്. ബൈയിലേക്ക് പോകുന്നത് ഒരു എൻട്രി പ്രൈസിന് വേണ്ടി മാത്രമായിരിക്കും. അതിനുശേഷം മാർക്കറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡൗൺ ആകാനുള്ള സാധ്യതകളാണ് വളരെയധികം കാണുന്നത്. ഇന്നത്തെ ഒരു ഹയസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 4537 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം വളരെ വലിയൊരു സെല്ലാണ് വന്നിട്ടുള്ളത്. 4320 19 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും 4454 വരെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ മൂവ്മെന്റ്സുകളെല്ലാം നടക്കുന്നത്. അവിടെ നിന്ന് വീണ്ടും 4334 വരെ മാർക്കറ്റ് വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പൊ കറന്റ് റൺ ചെയ്യുന്ന 4369 70 റേഞ്ചിലൊക്കെ തന്നെയാണ്. ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകുക, അതായത് 4455 ബ്രേക്ക് ചെയ്താൽ മാത്രമേ കൂടുതൽ ബൈയിലേക്ക് പോകാനുള്ള സാധ്യതകളുള്ളൂ. അതുപോലെ തന്നെ സെല്ലിലേക്ക് പോകുകയാണെങ്കിൽ 4319 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും 4280 260 ലെവലിലേക്കൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അത്രയും സ്ട്രോങ് സെല്ലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഇന്ന് വളരെയധികം സ്ട്രോങ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് അത്ര റെസ്പെക്ട് ആയിട്ട് പോകുന്നില്ല. അതായത് എല്ലാ റെസിസ്റ്റൻസിനെയും സപ്പോർട്ടിനെയൊന്നും മാർക്കറ്റ് അങ്ങനെ റെസ്പെക്ട് ചെയ്തിട്ടല്ല മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട്, എന്നൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കാര്യങ്ങളൊന്നും മാർക്കറ്റിനില്ല. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ട്രേഡ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ട്രേഡ് ഒഴിവാക്കുകയാണെങ്കിൽ പോലും അത്രയും നമ്മൾക്ക് നമ്മുടെ ഫണ്ടൊന്നും ലോസ് ആവാതെ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. ഏത് ട്രേഡ് ചെയ്യുകയാണെങ്കിലും മസ്റ്റ് ആയിട്ടും SL കറക്റ്റ് വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് ചാനലിലാണ് നമ്മൾ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ പിന്നെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.